അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വളരെയധികം പ്രധാനപ്പെട്ട ദുൽഖഅദ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണല്ലോ. നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വേഗത്തിൽ, അതായത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നേടിത്തരാൻ കഴിയുന്ന ഒരു ചെറിയ അമലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് നാളായിട്ട് ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരാൾക്ക് പല രീതിയിൽ നോക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ജോലി കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് പഠിച്ചിട്ടും അവർക്ക് ആഗ്രഹിച്ച ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം ആളുകളെല്ലാം തീർച്ചയായിട്ടും നല്ലൊരു നിയ്യത്ത് ചെയ്ത് ഈ ഒരു അമല് ചെയ്ത് നോക്കിക്കോളി. അതുപോലെ തന്നെ ഈ ഒരു കാര്യം മാത്രമല്ല, ഏതൊരു കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ആവശ്യം എന്തായിക്കോട്ടെ, ആ ഒരു ആവശ്യത്തെ നല്ല രീതിയിൽ മനസ്സിൽ നല്ല നിയ്യത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങിക്കോളി. റാഹത്തായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നേടിക്കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് ആ അമൽ ഏതാണെന്ന് നോക്കാം. അതിനു മുമ്പായി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താലാണ് നമ്മളെ ചാനലിൽ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നതാണ് ഇൻഷാ അല്ലാ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും പ്രതിസന്ധിയും പ്രയാസങ്ങളും മാത്രമാണ്, ഒന്നല്ലെങ്കിൽ ഒന്ന് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഇതിനായി എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ള കാര്യമാണ്, തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉത്തരം നൽകും എന്ന കാര്യം ഉറപ്പാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് നിങ്ങൾ ഈ ഒരു അമല് ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല സമയത്ത് നിങ്ങൾ ഇത് തുടങ്ങുക. അതായത് വ്യാഴാഴ്ച ദിവസമോ, ഇനിയിപ്പോൾ വെള്ളിയാഴ്ച രാവിലോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമക്ക് ശേഷമോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ദിവസമോ, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാര ശേഷമോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു നല്ല സമയത്ത് ഇത് നിങ്ങൾ തുടങ്ങുക. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ശുദ്ധിയില്ലാത്തവർക്കും ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളെ മനസ്സിലുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ നിയ്യത്ത് ചെയ്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക. ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഒരു സ്വലാത്ത് നിങ്ങൾ 11 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്വലാത്ത് നല്ല നിയ്യത്തോടു കൂടി 11 തവണ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട്, റബ്ബേ എൻ്റെ ഇന്നാലിന്ന കാര്യം ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമല് ചെയ്യുന്നത്, ഇൻഷാ അല്ലാ എൻ്റെ കാര്യം നീ റാഹത്താക്കി തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. എനിക്ക് ആ കാര്യം നേടിത്തരണമെന്ന് റബ്ബിനോട് പറയുക. എന്നിട്ട് നമ്മൾ 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ് ചൊല്ലേണ്ടത്. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 12,000 തവണ നിങ്ങൾ ചൊല്ലുമ്പോഴും ഓരോ 1000 തവണയാവുന്ന സമയത്തും നിങ്ങൾ ഏത് സ്വലാത്താണോ ചൊല്ലിയത് അത് വീണ്ടും 11 തവണ ചൊല്ലുക. ആ സ്വലാത്തിനെ ചൊല്ലിയതിനു ശേഷം വീണ്ടും നമ്മുടെ ആവശ്യം റബ്ബിനോട് പറയുക. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 12,000 ബിസ്മി നിങ്ങൾ ചൊല്ലിത്തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആവശ്യം എന്താണെങ്കിലും ആ ആവശ്യം നമ്മുടെ റബ്ബ് നടത്തി തന്നിട്ടുണ്ടാവും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്തു നോക്കിക്കോളി. ബിസ്മി ഇങ്ങനെ ചൊല്ലിയിട്ട് ഒരുപാട് ആളുകൾക്ക് നടക്കില്ല എന്ന് കരുതിയ കാര്യം പോലും നടന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ചെയ്തു നോക്കിക്കോളി. ഓരോ 1000 തവണ കഴിയുമ്പോഴും സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ദുആ വസിയത്തോടെ ഈ വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.